ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പഴവും ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് നമ്മളിതൊരു 5 മിനിറ്റിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. നമ്മളിതിനകത്ത് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അങ്ങനെ ഒന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ 3 പഴം, ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോബസ്റ്റ പഴം പോലത്തെ ഒരു പഴമാണ്. തനി റോബസ്റ്റ പഴമല്ല, പക്ഷെ അതിനോടൊക്കെ ഒരു സാമ്യം വരുന്ന ഒരു പഴമാണ്. ഇതിന് നിങ്ങൾക്ക് നേന്ത്രപ്പഴം വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറുപഴം, മൈസൂർ പഴമൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഈ 3 പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഞാൻ ഇതൊരു ബൗളിനകത്തോട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അടുത്തത് നമുക്കൊരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഇതേപോലെ ഒന്ന് ഉടച്ച് കൊടുക്കണം. ഇത് മിക്സിയിൽ അടിക്കേണ്ട കാര്യമില്ല, നമ്മൾ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാണ് ചെയ്യുന്നത്. എങ്കിലാണ് ചെറുതായിട്ടൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്നത് ഒരു രുചിയായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. അപ്പോൾ അതാ ഞാനിത് ഫോർക്ക് വെച്ചൊന്ന് ഉടയ്ക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, നല്ല പഴുത്ത പഴം നോക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പം പഴുത്ത് അല്ലെങ്കിൽ കറുത്ത് പോയിട്ടുള്ള പഴങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെന്ത് ചെയ്യണം എന്നൊക്കെ ഓർത്തിരിക്കുവാണെങ്കിൽ നമുക്ക് ടപ്പേന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ അതാ ഞാനത് ഈ ഒരു കണക്കിന് ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പം പഴം ഈ ഒരു രീതിക്കാണ് കേട്ടോ കുഴച്ചെല്ലാം ഉടച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം അരിപ്പൊടി ആണെങ്കിലും ഇതിന് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ചേർക്കുന്നത് തേങ്ങയാണ്. തേങ്ങ ചെരുകിയത് 1, 2, 3 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തേങ്ങ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആദ്യം മിക്സ് ചെയ്യുമ്പോൾ തോന്നും ഇതിങ്ങനെ പൊടി കൂടുതലായിട്ട് തോന്നും, പക്ഷെ അത് കുഴപ്പമില്ല. നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കുന്തോറുമാണ് ഈ പഴത്തിൽ നിന്നുള്ള ആ ഒരു വെള്ളമൊക്കെ ഈ ഒരു പൊടിയിലോട്ട് ഇറങ്ങത്തുള്ളൂ. പിന്നെ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ഈ ഒരു കറക്റ്റ് അളവ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് ഇച്ചിരി നനവോട് കൂടെ തന്നെ നമുക്ക് നമ്മുടെ ഒരു ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു ഏലക്കയുടെ കുരു ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചതച്ചിട്ടോ പൊടിയായിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് ഒരു മുട്ടയാണ്. ആ മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു സുഖമില്ലാതെ എടുക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു മിക്സിനകത്തോട്ട് ഒഴിക്കാം. ഇനി നിങ്ങൾക്ക് മുട്ടയുടെ മണം, മുട്ടയുടെ ഫ്ലേവർ ഒന്നും ഇഷ്ടമില്ല എന്നുള്ളവർക്കാണെങ്കിൽ ഈ മുട്ട എന്നുള്ളൊരു ഓപ്ഷൻ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാം. അതിന് പകരം നിങ്ങൾക്ക് 1, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇച്ചിരി ഒരു കോട്ടിങ്ങും നന്നായിട്ടൊന്ന് ബൈൻഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു രീതിക്ക് നമ്മുടെ മാവ് ഇങ്ങനെ വന്നിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇനി ഇതാണ്, വേറെ ഒന്നും ഇനി ഇതിനകത്ത് ചേർക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും നമ്മൾ ചേർക്കാതെ വളരെ എന്താ പറയുക, കാരണം എന്താണെന്നറിയാം, അവനോട് കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇല്ലാത്തൊരു റെസിപ്പി ഇടണം എന്ന്. അപ്പോൾ അതിന് പറ്റിയ ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതൊന്ന് വറുത്തെടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇതിട്ട് ഈ എണ്ണ ഒന്ന് ചൂടാക്കേണ്ടത്. എന്നിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് കോരി ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിത് ഇതൊന്ന് തിരിച്ച് മറിച്ചും ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നിറമൊക്കെ മാറി നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ഉണ്ടാക്കാതെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള കുറച്ചും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് പെട്ടെന്നൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അങ്ങനെ 5 മിനിറ്റ് പോലും വേണ്ടാത്ത നമ്മുടെ ഒരു സൂപ്പർ സ്നാക്ക് ഇവിടെ റെഡിയാണ്. ഒരു 4 മണി പലഹാരം റെഡിയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളൊക്കെ എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത് കാണിക്കുന്നതിന് മുൻപ് നമ്മൾ ഇതിനകത്ത് പഞ്ചസാര ചേർത്തിട്ടില്ല. പഞ്ചസാര ചേർക്കാൻ മറന്നതല്ല കേട്ടോ. നമ്മൾ എടുത്തിരിക്കുന്ന പഴത്തിന് മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട കാര്യമില്ല. ഞാൻ എടുത്തിരിക്കുന്ന പഴത്തിനൊക്കെ നല്ല മധുരം ഉള്ളത് കൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർക്കാഞ്ഞത്. ഇനി വേണമെങ്കിൽ ലാസ്റ്റ് ഞാൻ ഇതുപോലെ ഒരു 2, 3 നുള്ള പഞ്ചസാര ഇതുപോലെ ഒന്ന് മേലെ ഒന്ന് വെതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടെ നമ്മൾ ചൂടോടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ വെതറി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പഞ്ചസാര എല്ലാം ആ ഒരു സ്നാക്കിൻ്റെ മേലെ അലിഞ്ഞ് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇതുപോലെ കാണിക്കാം, കണ്ടോ, നല്ല സോഫ്റ്റാണ്. എന്നാൽ പുറമെ വലിയ ക്രിസ്പി ഒന്നുമില്ല, ചെറിയൊരു കോട്ടിങ് അത്രയേ ഉള്ളൂ. പക്ഷെ ഉള്ളിൽ സൂപ്പറാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.